സംസ്ഥാനത്തെ ITIകളിൽ നടപ്പാക്കിയ വിദ്യാർത്ഥികളുടെ ന്യൂട്രീഷൻ പദ്ധതി പാളി. ഈ വർഷം ITI ക്ലാസുകൾ ആരംഭിച്ചു മാസങ്ങളായിട്ടും വിദ്യാർത്ഥികളുടെ ന്യൂട്രീഷൻ തുക അനുവദിക്കുന്നില്ലെന്നാണ് ആരോപണം. ITIകളിൽ ന്യൂട്രീഷൻ ഫുഡ് വിതരണം ചെയ്യുന്ന ന്യൂട്രീഷൻ പ്രൊവൈഡർമാർക്ക് ലക്ഷക്കണക്കിന് തുക കുടിശ്ശിക നൽകാനുള്ളതാണ് പല ITIകളിലും ന്യൂട്രീഷൻ ഫുഡ് വിതരണത്തിന് സാരമായി ബാധിക്കുന്നത്. സംസ്ഥാനത്തെ ITIകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂട്രീഷൻ ആഹാരം ലഭ്യമാക്കുന്നതായിരുന്നു പദ്ധതി. എന്നാൽ ഈ പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ പാളിയ സാഹചര്യമാണുള്ളത്. ഈ വർഷം ITI ക്ലാസുകൾ ആരംഭിച്ച് മാസങ്ങളായിട്ടും വിദ്യാർത്ഥികളുടെ ന്യൂട്രീഷൻ തുക അനുവദിക്കുന്നില്ലെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ITIകളിൽ ന്യൂട്രീഷൻ ഫുഡ് വിതരണം ചെയ്യുന്ന ന്യൂട്രീഷൻ പ്രൊവൈഡർമാർക്ക് ലക്ഷക്കണക്കിന് തുക കുടിശ്ശികയുള്ളതിനാൽ പല ITIകളിലും ന്യൂട്രീഷൻ ഫുഡ് വിതരണത്തെ ഇത് സാരമായി ബാധിക്കുന്നുമുണ്ട്. ITI വിദ്യാർത്ഥികളുടെ ന്യൂട്രീഷൻ ലഭിക്കാത്ത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ITIകളിലെ ABVP കഴിഞ്ഞ ദിവസം പഠിപ്പ് മുടക്ക് നടത്തിയിരുന്നു. കേരളത്തിലെ ITI വിദ്യാർത്ഥികളുടെ ന്യൂട്രീഷൻ തുക അനുവദിക്കണമെന്നും ന്യൂട്രീഷൻ ലഭ്യമാക്കാത്ത സാഹചര്യം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ABVP പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതിയും നൽകി. ഈ വർഷം ആദ്യം ഫെബ്രുവരി 4-ന് ABVP ഈ വിഷയത്തിൽ പരാതി നൽകുകയും ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. ഉച്ചക്കഞ്ഞി സ്കൂളുകളിൽ വിതരണം ചെയ്ത പ്രിൻസിപ്പൽമാരും അധ്യാപകരും കടക്കണിയിലായിരുന്ന സംഭവത്തിന് സമാനമായ സാഹചര്യമാണ് ITIകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടാതെ മിക്ക ITIകളിലും നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നതെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.